നമ്മുടെ അവകാശങ്ങളും നമ്മുടെ സംരക്ഷണവും കാക്കിയിട്ടവന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്നുള്ള വിശ്വാസം, ആ വിശ്വാസം കളഞ്ഞു കുടിച്ചത് ഈ പിണറായി സർക്കാരാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു പരാതിയുമായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ അവിടുത്തെ കോൺസ്റ്റബിൾ മുതൽ ADGP വരെ ഈ ലോക്കൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏത് പാർട്ടിക്കാരനാണ്, ഞങ്ങൾക്ക് സഹകരിക്കേണ്ട ആവശ്യമുണ്ടോ, ഇവർക്ക് സഹകരിച്ചു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഇടപെടുമോ, ഞങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾക്ക് വല്ല ഭംഗം വരുമോ, ഇവിടെ നേരത്തെ അവിടേക്ക് അടിക്കുമോ, എന്റെ പിള്ളേർക്ക് ഇനി ട്യൂഷൻ മാറ്റേണ്ടി വരുമോ, സ്കൂള് മാറ്റേണ്ടി വരുമോ, ഭാര്യയ്ക്ക് ഓഫീസ് ചേഞ്ച് ചെയ്യേണ്ടി വരുമോ, വീട് മാറേണ്ടി വരുമോ എന്നൊക്കെയുള്ള വ്യാകുലത, പേടി, സഖാക്കന്മാരോടുള്ള പേടി, ജീവിച്ചെങ്ങനെയും കഞ്ഞി കുടിച്ചു പോകണമെന്നുള്ള കാക്കിയുടെ വിശദമായ ആഗ്രഹം, കൃത്യനിർവഹണം നടത്തുവാനുള്ള മനോവികാരം കളഞ്ഞിട്ട് തമ്പ്രാക്കന്മാരുടെ, കമ്മ്യൂണിസ്റ്റുകാരന്മാരുടെ, ആ നീർക്കോലി മുതൽ രാജവമ്പാല വരെ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്മാരുടെ അടിമപ്പണി ചെയ്യുവാൻ സന്നദ്ധരാണിക്കുന്ന കാക്കിയുടെ യമമ്മ. എന്ത് ഇഷ്ടമായ സ്വഭാവം! സാധാരണക്കാരന് വിശ്വാസപൂർവ്വം ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുവാൻ പറ്റുന്നില്ല, അവന്റെ പരാതി പറയുവാൻ പറ്റുന്നില്ല. പഴയ കാലത്ത് കണ്ണുരുട്ടി കാണിച്ച് പോക്കറ്റിലൂടെ പൈസ പിടിച്ചു മാറ്റുന്ന പോലീസുകാരാണെങ്കിൽ ഇന്നങ്ങനെയല്ല. ഇന്ന് പേടിച്ച് തമ്പ്രാക്കന്മാരായ സഖാക്കന്മാർ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി, ഭയം കാരണം ന്യായമായ കാര്യത്തിൽ പോലും സംശയത്തിന്റെ നിഴലുണ്ടാക്കി അവനെ പ്രതിയാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു സംവിധാനമാക്കി കഴിഞ്ഞിരിക്കുന്നു പിണറായി സർക്കാർ. എന്തിനായ രാജ്യത്തൊരിടത്തും ഇങ്ങനെയുള്ള ഒരു സംവിധാനമില്ല. എല്ലാരെയും പേടിപ്പിച്ച് നിർത്തുന്ന ഒരു സംവിധാനം. തമ്പ്രാനെ പേടിക്കണം, തമ്പ്രാനെ തിന്നിടത്ത് കറുത്ത ഷർട്ടിടാൻ പാടില്ല, കറുത്ത വാഹനം കൊണ്ടുവരാൻ പാടില്ല, ആ ഒരു പരുവത്തിലാക്കി വെച്ചു. എന്നിട്ടും സഖാക്കന്മാർക്ക് അഹങ്കാരത്തിന് കുറവില്ല. ഞങ്ങളാണ് ജനകീയർ. അതാ സക്കീറ. അപ്പോഴേ നമ്മളെ വിഷയത്തിലൂടെ ADGPയുടെ കാര്യം. ADGP തമ്പ്രാന്റെ അടിയാൻ, തമ്പ്രാൻ ഇങ്ങോട്ട് തമ്പ്രാൻ ഒഴുകി, ഈ തമ്പ്രാൻ അങ്ങോട്ട് തമ്പ്രാൻ ഒഴുകി. കാരണം തമ്പ്രാന്മാരെല്ലാം ഇപ്പോഴും ഒരേ ലെവലിലാണ്. തമ്പ്രാന് അധികാരം കിട്ടി, മറ്റേ തമ്പ്രാൻ ആ അധികാരം വിനിയോഗം ചെയ്യാനുള്ള അടിയാളമായി. രാജകുടുംബം ജീവിക്കുന്ന കവടിയാർ കൊട്ടാരത്തിന്റെ ആ പരിസര പ്രദേശത്ത് ഒരു സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ 1.5 കോടി രൂപയോ 2 കോടി രൂപയോ കൊടുക്കാതെ, കൊടുക്കുക മാത്രമല്ല കൊടുക്കുന്നതിന്റെ ക്വാളിറ്റിയുടെ അവർ നോക്കും. ആ പ്രദേശത്ത് ജീവിക്കാൻ പറ്റിയ ആളാണോ, ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന ആളാണോ എന്നൊക്കെ അതിനെല്ലാം കാറ്റി പറത്തിക്കൊണ്ട് 12 സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ കോടികൾ ഇവിടെ വേണം. ആ കോടികൾ എവിടെ നിന്നുണ്ടായി, ഏതിനു ശേഷമുണ്ടായി, എത്ര വർഷങ്ങൾക്ക് ശേഷമുണ്ടായി? ADGP അജിത് കുമാർ ചാർജ് എടുത്തത് പിണറായി സർക്കാരിന്റെ പണം സൂക്ഷിക്കാനാണ് എന്നുള്ളതിന് സംശയമില്ല. നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ കൊലപാതക കേസും കള്ളക്കടത്തും മാഫിയ സംഘ പരിപാടികളും എല്ലാം ഒത്തിണങ്ങി നിൽക്കുന്ന, നെറുകയിൽ വച്ചിരിക്കുന്ന തലപ്പാവിന്റെ നക്ഷത്രങ്ങളിൽ ദന്തങ്ങളും വൈരങ്ങളും എന്നതുപോലെ ഈ മാഫിയ സംഘവും ഈ സ്വർണ്ണക്കടത്തും ഈ കൊലപാതകങ്ങളെല്ലാം അദ്ദേഹത്തിന് അലങ്കാരം പോലെയാണ് ഇരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ ഒരു വേദിയിൽ നടു സെന്ററിൽ അജിത് കുമാർ, ADGP അജിത് കുമാർ കാലിന്റെ പുറത്തെ കാലിട്ട് കേരളീയന്റെ മുഖത്തിൽ, ലോകത്തിന്റെ മുമ്പിൽ വളരെ പുച്ഛത്തോടെ നമ്മളൊക്കെ വളരെ പുച്ഛത്തോടെ, കോൺഗ്രസ്സുകാരെ മാത്രമല്ല ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളെ മുമ്പേ കാലിന്റെ പുറത്തെ കാലിട്ടിരുന്ന് നിങ്ങളൊരു ചുക്കും ചെയ്യില്ല എന്നുള്ള ലാഘവത്തോടെയാണ് ഇരുന്നത്. കാരണം നമ്മളെല്ലാം ചാനലിൽ കണ്ടതാണ്. എന്റെ കൂടെ എന്റെ രക്ഷകൻ പിണറായി വിജയനുണ്ട്. എന്ത് നെറികേട് കാണിച്ചാലും എന്നെ സംരക്ഷിക്കുവാൻ ആ ഏമാനുള്ളിടത്തോളം കാലം ഞാൻ ഇതല്ല തെരുവിലിറങ്ങി കൊല്ലും എന്നുള്ള ഒരു
മെസ്സേജാണ് നമുക്ക് തന്നത്. ഈ നാട്ടിനോടുള്ള മെസ്സേജാണ്. എനിക്കിത് ചുക്കുവല്ല. നിങ്ങൾ കൊലവിളി അടിച്ചാലും, നിങ്ങൾ ചാനലിൽ കാണിച്ചാലും, നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചാലും, നിങ്ങൾ പത്രത്തിലിട്ടാലും, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നാണ് ആ ഇരിപ്പിന്റെ അർത്ഥം. മനസ്സിലായി? ADGPയുടെ അഭിഹിതമായ ബന്ധം അത് അന്വേഷിക്കണം. ഈ പിണറായി വിജയൻ മഹാരഥന്മാരായിട്ടുള്ള ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനും കമ്മ്യൂണിസ്റ്റിൽ തന്നെ EK നയനാരും EMS ഒക്കെ ഇരുന്ന ആ മഹത്വമുള്ള കസേര ദയവ് ചെയ്ത് അതിൽ നിന്നും ഇറങ്ങി ആ കസേരയെ ഒന്ന് ശുദ്ധികലശം ചെയ്ത് ഒരു പുതിയ കസേര വാങ്ങിച്ചാലും കുഴപ്പമില്ല. ഇതിനടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ആളകത്ത് വീട്ടിൽ ഇരുത്തിയിട്ട് അല്ലെങ്കിൽ ജയിലിൽ അടച്ചിട്ട് ഈ ഭരണം നിങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകണം. ഈ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി ഒരു ഇലക്ഷൻ ഇപ്പൊ വന്നാലും കുഴപ്പമില്ല. നിങ്ങൾ പോയി നമ്മുടെ നിയമസഭ, നമ്മുടെ സെക്രട്ടറി മുതൽ നിയമസഭ എല്ലാം ഒന്ന് ശുദ്ധീകരണം ചെയ്ത് പുതിയ ഒരാള്, പുതിയൊരു അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പിണറായി വിജയനെ മാറ്റിയിട്ട് അനുകമ്പയുള്ള ഏതെങ്കിലും സഖാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങളൊരു മുഖ്യമന്ത്രിയാക്കിക്കോളൂ, നമുക്ക് കുഴപ്പമില്ല. ഈ മനുഷ്യത്വമില്ലാത്ത മൃഗീയനായ ഈ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിച്ച് ആ കസേരയുടെ മഹത്വം നിലനിർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.